ഹിന്ദുക്കളെ സ്നേഹിച്ചു കൊല്ലരുതെന്ന് ബിജെപിയുടെ നിർദ്ദേശം. പ്രത്യേകിച്ച് കുമ്മനത്തെ പോലെ ജയസാധ്യതയുള്ളവരെങ്കിലും നശിപ്പിക്കരുതെന്നാണ് പാർട്ടി പറയുന്നത്. വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന 1 ലക്ഷത്തോളം ലഘുലേഖകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത്. ഇതോടെയാണ് പാർട്ടി മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആറ്റിങ്ങൽ അവനവൻചേരിയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് നോട്ടീസുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത്. ശബരിമല കമ്മ്യൂണിസ്റ്റ് ഭീകരതയും കോൺഗ്രസിന്റെ വഞ്ചനയും എന്ന പേരിലായിരുന്നു ഈ ലഘുലേഖകളെല്ലാം അച്ചടിച്ചിരുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് നിർദ്ദേശങ്ങൾക്ക് എതിരാണ്. ഒരു ഇന്നോവ കാർ നിറയെ ഇത്തരം നോട്ടീസുകളായിരുന്നു. കലൂർ പാവകുളത്ത് ശബരിമല കർമ്മസമിതി സംസ്ഥാന കാര്യാലയത്തിന്റെ പേരിലാണ് ഈ ലഘുലേഖകൾ അച്ചടിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ഹിന്ദു ഐക്യവേദി നേതാവ് കിളിമാനൂർ സുരേഷ് ഉൾപ്പെടെയുള്ളവരാണ് നോട്ടീസ് വിതരണത്തിനായി കൊണ്ടുപോയത്. മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശമുണ്ട്. എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് ഇവർ ലേഖകൾ വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഇതിനെതിരെ ഇപ്പോൾ പാർട്ടി തന്നെ രംഗത്ത് വരേണ്ട സ്ഥിതിയായി. ലഘുലേഖകൾ കൊണ്ടുവന്ന വാഹനം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ലഘുലേഖകളുടെയും വാഹനത്തിന്റെയും മറ്റും ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥർ തെളിവിനായി വീഡിയോ ചിത്രീകരിച്ചിട്ടുമുണ്ട്. ഇതോടെ പാർട്ടി പെട്ടിരിക്കുകയാണ്. ബിജെപി നേതാക്കൾക്ക് വേണ്ടിയാണ് ശബരിമല നോട്ടീസ് എത്തിച്ചതെന്ന സംശയം വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ ഇതുവരെ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും അത്തരമൊരു സംശയത്തിന് ബലം കൂടുകയാണ്. തിരുവനന്തപുരത്ത് ജയസാധ്യതയുള്ള കുമ്മനം രാജശേഖരനെ പോലുള്ളവർ ഇപ്പോൾ ചങ്കിടിപ്പിലാണ്. സ്ഥാനാർത്ഥി ജയിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകും. മുൻപും തിരഞ്ഞെടുപ്പ് കേസുകളിൽ പോസ്റ്ററുകൾ ഇത്തരത്തിൽ വിവാദമായിട്ടുണ്ട്. പോസ്റ്ററിന്റെ പേരിൽ ജയമില്ലാതായ നേതാക്കളും ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റർ വിവാദത്തെ അട്ടിമറിയായി കരുതുന്നവരും കുറവല്ല. ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇല്ലാതാക്കാനുള്ള ശ്രമമായി ചില നേതാക്കളെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത്തരം പോസ്റ്ററുകൾ ഇറക്കി വിജയം ഇല്ലാതാക്കരുതെന്നാണ് കുമ്മനത്തിന്റെ ഇപ്പോഴത്തെ അഭ്യർത്ഥന. ഇത് പാർട്ടി പ്രവർത്തകർ കേട്ടാൽ കൊള്ളാം. ഇലക്ഷൻ കമ്മീഷൻ കർശന നിലപാടാണ് ഇതിൽ സ്വീകരിച്ചു വരുന്നത്. ഒരു തരത്തിലും അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുമല്ല. ദൈവത്തിന്റെ പേര് പറഞ്ഞതിന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ശാസിക്കുകയും ചെയ്തു. സുരേഷ് ഗോപിയും അയ്യപ്പന്റെ പേരിൽ തൂങ്ങി നിൽക്കുന്നു. ദൈവത്തെ ഉപയോഗിച്ച് വോട്ട് പിടിക്കരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ബിജെപി അത് ഇതുവരെ കാര്യമാക്കിയില്ല. അതാണ് ഇത്തരം വിവാദങ്ങൾ കൊഴുക്കാനുള്ള പ്രധാന കാരണം. മുൻപും സർക്കാർ സ്ഥാപനത്തിൽ നിന്നും പോസ്റ്റർ പ്രിന്റ് ചെയ്തെന്ന ആരോപണത്തിൽ അന്ന് നിയമസഭാ സ്പീക്കറായിരുന്ന എം വിജയകുമാർ തോറ്റ ചരിത്രവും കേരളത്തിനുണ്ട്. സ്വന്തം സ്ഥാനാർത്ഥി ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഇത്തരം പോസ്റ്റർ കൊണ്ടുവന്ന് അവരുടെ ജയസാധ്യത ഇല്ലാതാക്കരുതെന്നാണ് നേതാക്കളുടെ ഇപ്പോഴത്തെ അഭ്യർത്ഥന. ബിജെപി തങ്ങളുടെ പ്രവർത്തകർക്ക് ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അയ്യപ്പനെ പൂർണ്ണമായും തിരുവനന്തപുരത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.